രണ്ട് എലീറ്റുകൾ, ഒന്ന് ശശി തരൂർ, മറ്റേത് രാജീവ് ചന്ദ്രശേഖർ. രണ്ടുപേരും മികച്ച വ്യക്തിത്വങ്ങൾ. ഒരാൾ കോൺഗ്രസിലെ താരം, മറ്റേയാൾ BJPയിലെ പ്രമുഖൻ. തന്റെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് വിരുദ്ധമായി കോൺഗ്രസുകാരനായ ശശി തരൂർ പൊതു ഇടങ്ങളിൽ BJP ഉയർത്തുന്ന ഭാരതീയ ദേശീയതയെ ശ്ലാഘിച്ചു സംസാരിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. പറ്റുന്ന അവസരങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കാനും പിശുക്ക് കാണിക്കില്ല. ഓർക്കുക, ഇതിനൊക്കെ അദ്ദേഹം തെറ്റില്ലാത്ത വില നൽകിയിട്ടുണ്ട്. പിന്നെന്തിന് ഇങ്ങനെ റിസ്ക് എടുക്കണം? ഉത്തരം ലളിതമാണ്. ബുദ്ധിമാനായ ശശി തരൂരിന് ക്ഷേത്രനഗരിയായ തിരുവനന്തപുരത്ത് നിന്നും വോട്ട് വരുന്ന വഴി അറിയാം. വിണ്ണിൽ നിന്ന് വന്നവനാണെങ്കിലും മണ്ണിൽ ചവിട്ടി നടന്നാലുള്ള ഗുണം നന്നായി അറിയുന്നവനാണ് ശശി തരൂർ. മറുവശത്ത് BJP പ്രമുഖനായ രാജീവ് ചന്ദ്രശേഖർ, മികച്ച ടെക്നോക്രാറ്റ് എന്ന നിലയിൽ പുകൾപെറ്റ വ്യക്തിത്വം. മണ്ണിൽ ചവിട്ടിയുള്ള നടത്തത്തിലൂടെ കിട്ടുന്ന വോട്ടിന് പകരം ഉന്നത നേതാക്കളുമായുള്ള സമ്പർക്കമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് നിദാനം. ഇതിനെ കുറുക്കുവഴി എന്നൊക്കെ അസൂയക്കാർ പറയുന്നുണ്ട്. അദ്ദേഹം അത് കാര്യമാക്കിയില്ലെങ്കിലും തന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് എന്ന പ്രമുഖ മാധ്യമ സ്ഥാപനത്തിനെ സ്വാധീനിക്കാൻ കഴിവുണ്ട് രാജീവ് ചന്ദ്രശേഖറിന്. എങ്കിലും തന്റെ നിഷ്പക്ഷ നിലപാട് പുറമേ കാണിച്ചുകൊണ്ട് ആ ചാനലിനെ തൽപര അജണ്ടകളിലും പക്ഷപാത നിലപാടിലും ആറാടിക്കാൻ അനുവദിച്ച വ്യക്തിയാണ് അദ്ദേഹം. മീഡിയ വൺ പോലും അവഹേളിക്കാത്ത തരത്തിൽ കുംഭമേളയെ അവഹേളിച്ചതിലൂടെ ഏഷ്യാനെറ്റ് തങ്ങളുടെ അജണ്ടയെ മറയില്ലാതെ വ്യക്തമാക്കുന്നുമുണ്ട്. ഇത്തരമൊരു നിന്ദ്യമായ ബിലോ ദ ബെൽറ്റ് അടിക്ക് രാജീവ് ചന്ദ്രശേഖർ കനത്ത വില നൽകേണ്ടി വരുമെന്നത് നിശ്ചയം. ടിപ്പുവിനെ വെട്ടിയിട്ട വൈക്കം പത്മനാഭപിള്ളയുടെ DNA സിരകളിലോടുന്ന തിരുവനന്തപുരത്തുകാർ തക്കം പാർത്തിരുന്ന് പണ്ടൊരു BJP നേതാവിനെ വലിച്ചുകീറി ചുമരിലൊട്ടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ. അയാളുടെ പേര് CK പത്മനാഭൻ എന്നതായിരുന്നു എന്നത് ഐറണി. ജനങ്ങളുടെ മനസ്സിലും അതിലുപരി വോട്ടിലും നിക്ഷേപമിറക്കുന്ന ശശി തരൂറാണോ BJP പ്രമുഖ നേതാക്കളുടെ ബ്ലൂ ഐഡ് ബോയ് ആയ രാജീവ് ചന്ദ്രശേഖറാണോ അവസാന ലാപ്പിൽ വിജയിക്കുന്നതെന്ന് കണ്ടറിയണം. നേരോടെ നിർഭയം, നിങ്ങളുടെ സ്വന്തം.